മലപ്പുറത്ത് വൻ മണ്ണിടിച്ചിലാണ് ഇന്നുണ്ടായത്. കല്ലും മണ്ണും റോഡിലേക്ക് കുത്തിയൊലിച്ചെത്തി. ആളുകൾ ഓടി മാറിയതിനാൽ വൻ ദുരന്തമൊഴിവായി. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് 200 മീറ്റർ അകലെ സംസ്ഥാന പാതയിലാണ് മണ്ണിടിഞ്ഞത്. നടുക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അതൊരിക്കൽ കൂടി കാണാം. പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി നൌഫൽ കടക്കാടൻ എന്നയാളുടെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനത്തിനായി മണ്ണെടുത്തതാണ് അപകടത്തിന് കാരണം. സമീപത്തെ വീടുകൾക്ക് സമീപവും മണ്ണിടിച്ചിലുണ്ടായി. സ്കൂളും ഹോസ്റ്റലും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചു. അതേപോലെ റോഡിലേക്ക് മണ്ണ് വരുന്നത് കണ്ടിട്ടാണ് നമ്മളിത് നോക്കി വെച്ചത്. അപ്പോൾ ഇത് ആൾക്കാർ ശ്രദ്ധിച്ചോട്ടെ, ജനങ്ങൾ എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് തുടക്കം വെച്ചത്. ഇപ്പോൾ ലൈവായിട്ട് വിട്ടതും അതേപോലെ എല്ലാവരോടും ഇൻഫർമേഷൻ കൊടുത്താണ്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കരുതൽ ചെയ്യായിരുന്നു. അവർ 4 ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടാണ് അവിടെ മാന്തിയിട്ടുള്ളത്. ഇന്നലെ തൊട്ട് ഞങ്ങൾ ശരിക്കും നല്ലൊരു വീഡിയോ എടുത്ത് അതിൻ്റെ വീഡിയോ വിഷ്വല് ഇൻഫർമേഷൻ കൊടുത്തിട്ടിരുന്നു, കറക്റ്റ് കൊടുത്തിട്ടിരുന്നു. ഒരു 2 കൊല്ലം മുന്നേ ഇവിടെ ഇടിഞ്ഞതാണ് ഈ ഭാഗം. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മണ്ണെടുക്കുന്നുണ്ട്, ഇവിടെ മണ്ണെടുക്കുന്നുണ്ട്. അതിന് അനുമതി ആരാ കൊടുത്തത്? ഇവിടെ തന്നെ നോക്കിയാൽ കാണാമല്ലോ. എന്നിട്ട് അതിൻ്റെ താഴെയാണ് ഈ മണ്ണെടുക്കുന്നത്. അതിനൊക്കെ അനുമതി ആരാ കൊടുക്കുന്നത്? അത് ആരാണ്? ഇവരെ അറിയാതെ ഏതായാലും ഇത് എടുക്കൂലല്ലോ. അത് റോഡ് സൈഡ് ഡയറക്റ്റ് ഞാൻ കണ്ടതാണ്. നേരെ ഇടിഞ്ഞിട്ട് നേരെ ആ സൈഡ് പോയി നോക്കിയായിരുന്നു. നേരെ പോയേക്കാണ് ഈ വെള്ളം മൊത്തം ചെല്ലണത്. ഇപ്പോഴും ആ സ്ഥലത്ത് മഴ പെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സോണൽ കൃഷ്ണയാണ് ചേരുന്നത്. സോണൽ, മഴ തുടരുന്നു എന്നുള്ളത് വലിയ ആശങ്കയാണ്. പക്ഷേ ഈ സംഭവിച്ച മണ്ണിടിച്ചിൽ അത് മാധ്യമപ്രവർത്തകരടക്കം നോക്കി നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകന് പരിക്കേൽക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായി. അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അനധികൃതമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരുടെ അനുമതിയുണ്ട് എന്നുള്ളതാണ് ജനം ചോദിക്കുന്ന ചോദ്യം. അതിനാണ് ഇനി ഉത്തരം വേണ്ടത്. കർശന നടപടികൾ ഉണ്ടാവേണ്ട വിഷയമാണ്. അവിടെ എന്താണ് രാവിലെ മുതൽ നടന്നത്? ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? റോഷ്നി, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ നിന്ന് ഏകദേശം 300 മീറ്റർ മാറിയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്യുന്ന സാഹചര്യമാണ്. തൊട്ടടുത്ത കടലുണ്ടിപ്പുഴ കര കവിയാൻ പാകത്തിൽ ഒഴുകുന്നുണ്ട്. മൊത്തത്തിൽ ഈ പ്രദേശത്തെ പല വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. നമ്മൾ തൊട്ടു മുൻപ് മുൻഷി റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ടതാണ്. പല വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവരെ എല്ലാം തന്നെ ക്യാമ്പിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഏതായാലും അപകട ഭീഷണി ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഉദ്യോഗസ്ഥരുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞത് പലതവണ 1.5 കൂടി വീണ്ടും മണ്ണിടിയുന്ന സാഹചര്യമുണ്ട്. മഴയൊന്ന് ശക്തി പ്രാപിച്ചാൽ വീണ്ടും ആ ഇളകിക്കിടക്കുന്ന മണ്ണ് മുഴുവൻ ഇടിഞ്ഞു താഴാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആർക്കും ആ പ്രദേശത്തേക്ക് പോകാനുള്ള അനുമതിയില്ല. എല്ലാവരെയും ഏകദേശം 500 മീറ്റർ പുറത്തു വെച്ചുകൊണ്ട് തടയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ സുരക്ഷ മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും പ്രധാന പാതയാണ്, മലപ്പുറത്ത് നിന്ന് പരപ്പനങ്ങാടി വേങ്ങരയിലേക്ക് പോകുന്ന പ്രധാന പാതയാണ്. ആ പാത ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആരാണ് ഈ നിർമ്മിതിക്കുൾപ്പെടെ അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യമുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പല നിർണായക രേഖകളും പുറത്തുവിട്ടതാണ്. അതിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഉടമയുടെ ഭാഗത്തു നിന്നും ജിയോളജി വകുപ്പിന്റെ ഭാഗത്തു നിന്നും കനത്ത അനാസ്ഥയുണ്ടായി എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ പുറത്തുവിട്ടത്. എന്തായാലും വിഷയത്തിൽ ഉടനടി നടപടി വേണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെയും പ്രധാനപ്പെട്ട ആവശ്യം. രോഷിനി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.